CPI നേതൃത്വം കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കവേ ഇനി എത്ര നാൾ ക്രമസമാധാന ചുമതലയിലുള്ള ADGP കസേരയിൽ MR അജിത് കുമാറിന് തുടരാനാകും എന്നതിൽ ചോദ്യം ശക്തം. മുഖ്യമന്ത്രി ഇപ്പോഴും അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. തൃശൂർ പൂര ദിവസം സ്ഥലത്തുണ്ടായിരുന്നിട്ടും കാര്യങ്ങൾ അലങ്കോലപ്പെടുമ്പോൾ ADGP ഇടപെടാത്തത് സംശയം വർദ്ധിപ്പിക്കുന്നു. ADGPയുടെ അന്നത്തെ സമീപനത്തിൽ DGPക്ക് എതിർപ്പുണ്ട്. അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ ഉൾപ്പെടെ വിശദമായ അന്വേഷണ റിപ്പോർട്ട് DGP ഉടൻ സർക്കാരിന് സമർപ്പിക്കും. VV വിനോദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ഇതിലൊന്ന് CPI നിലപാട് കടുപ്പിക്കുകയാണ് എന്നുള്ളതാണ്. ഈ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരുമോ മുഖ്യമന്ത്രിക്ക് എന്നുള്ള ചോദ്യം. അതോടൊപ്പം തന്നെ ADGPക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നു DGP എന്നുള്ളത്. വിശദമായ വിവരങ്ങൾ. ആര്യ കൃഷ്ണേന്ദു, ഈ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. DGPയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മുന്നിലുള്ള ഒരു കടമ്പ RSS നേതാക്കൾക്ക് നോട്ടീസ് അയക്കുക എന്നതുൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവരുടെ കൂടി മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. സർക്കാരിന്റെ അനുമതി ഇക്കാര്യത്തിൽ ആവശ്യമാണ്. ഏതായിരുന്നാലും നേരത്തെ തന്നെ DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. സ്വർണ്ണക്കടത്ത് അതുപോലുള്ള സംഘങ്ങൾ, അവരുമായുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ സ്വർണം തട്ടിയെടുത്ത് തുടങ്ങിയ കാര്യങ്ങൾ, അതിലെല്ലാം തന്നെ വിശദമായ പരിശോധന ഒന്നിൽ കൂടുതൽ തവണയാണ് ADGPയെ പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി DGP മൊഴി രേഖപ്പെടുത്തിയത്. ഏറ്റവും ഒടുവിൽ DGPക്ക് നൽകിയ മൊഴി RSS നേതാക്കളെ കണ്ടത് അത് വ്യക്തിപരമായ കൂടിക്കാഴ്ചയായിരുന്നു. ഇങ്ങനെ പ്രമുഖ വ്യക്തികളെ കാണാനുള്ള അവസരം ലഭിച്ചാൽ അങ്ങനെ കാണുന്നതിൽ തെറ്റില്ല, അങ്ങനെ കാണാറുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. പക്ഷേ അവിടെ രാഷ്ട്രീയമായ ഒരുപാട് വിഷയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് തൃശൂർ പൂരം കലങ്ങിയത് ഈ ഒരു കൂടിക്കാഴ്ച, ഇതിന്റെ ഗൂഢാലോചന, ഇത്തരം കാര്യങ്ങളുമായി ഇതിനെ ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു, അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് അത്യന്തം ഗൗരവമുള്ളൊരു വിഷയമായി മാറുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷത്തിന്റെ വിശദീകരണ യോഗമുണ്ടായിരുന്നു തൃശ്ശൂരിൽ. അതിനപ്പുറത്തേക്ക് CPI എടുത്തിരിക്കുന്ന നിലപാട് അത് വളരെ നിർണായകമാണ്. കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വവും അതോടൊപ്പം തന്നെ പ്രകാശ് ബാബുവും CPIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ്. ഈ രണ്ട് നേതാക്കളും പറഞ്ഞത് ADGPയെ തലസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാണ്. ഊഴം വെച്ച് RSS നേതാക്കളെ കണ്ടു എന്ന കാര്യമാണ് ബിനോയ് വിശ്വം നേരത്തെ പറഞ്ഞത്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് തുടരെ RSS നേതാക്കളെ ADGP കണ്ടത് എന്ന കാര്യമാണ് ബിനോയ് വിശ്വം ചോദിക്കുന്നത്. RSS നേതാക്കളെ കണ്ടതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്ന വാദം ശക്തമാകുകയും ചെയ്യുന്നു. പ്രതിപക്ഷത്തിനും ഘടകകക്ഷികളിൽ നിന്നും ഒരുപോലെ സമ്മർദ്ദം ഉണ്ടാകുമ്പോഴും മുഖ്യമന്ത്രി ADGPയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പൂരത്തിന്റെ ബ്ലൂ പ്രിന്റ്, സുരക്ഷയുമായി ബന്ധപ്പെട്ട ബ്ലൂ പ്രിന്റ് അതുപോലും ADGP മാറ്റി എന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നു. മാത്രമല്ല, പൂരം കലങ്ങുമ്പോൾ തൃശൂർ ജില്ലയിൽ തന്നെ ADGP ഉണ്ടായിരുന്നു, ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ സംഭവങ്ങൾ ഉണ്ടാവുകയും അവിടെ അലങ്കോലപ്പെടുകയും ചെയ്തു എന്നതിന് ശേഷമാണ് ADGP ആ സ്ഥലത്ത് നിന്ന് പോകുന്നത്. അതായത് അലങ്കോലപ്പെട്ടു എന്ന് വ്യക്തമായിട്ടും അതിൽ ഇടപെടുന്നതിനോ ആ പ്രശ്നം പരിഹരിക്കുന്നതിനോ ADGP തയ്യാറായില്ല. മറിച്ച് അവിടെ നിരീക്ഷിക്കുകയായിരുന്നു. താൻ ഉദ്ദേശിച്ച തരത്തിൽ ഇതെല്ലാം അലങ്കോലപ്പെടുന്നുണ്ടോ എന്ന കാര്യം കൃത്യമായി ഉറപ്പാക്കി വിഷയം വഷളാക്കിയ ശേഷം ADGP അവിടെ നിന്ന് പോവുകയായിരുന്നു എന്ന കാര്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഈ ഒരു സംശയം തന്നെയാണ് CPIയുടെ ഭാഗത്ത് നിന്നും ഉയർന്നു വരുന്നത്. ദുരൂഹത ഉണ്ട് എന്ന കാര്യം. RSS നേതാക്കളെ കണ്ടതിൽ കാര്യങ്ങൾ ഇതുവരെ വിശദീകരിച്ചിട്ടില്ല എന്ന നിലപാട് CPI സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ADGPയെ തലസ്ഥാനത്ത് തുടരാൻ അനുവദിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. മാത്രമല്ല, DGPക്കും ADGPയുടെ പല നടപടികളിലും അതൃപ്തിയുണ്ട്. അതായത് മുഖ്യമന്ത്രി ഒഴികെ മറ്റാരും തന്നെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന്, ഇടതു മുന്നണിയിൽ നിന്ന് ADGPക്ക് സംരക്ഷണമില്ല, DGPയുടെ ഭാഗത്തു നിന്ന് സംരക്ഷണമില്ല. പ്രതിപക്ഷം അതിശക്തമായ നിലപാടുമായി നിൽക്കുകയും ചെയ്യുന്നു. ഈ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി മാത്രമാണ് MR അജിത് കുമാറിന്റെ ഒരു സംരക്ഷണ കവചം ഒരുക്കുന്നത്. ഇത് എത്ര ദിവസം തുടരാനാകും എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായും VV വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ എത്ര നാൾ ഈ കസേരയിൽ തുടരാൻ കഴിയും, മുഖ്യമന്ത്രിക്ക് ഇനിയും സംരക്ഷണ കവചം തീർത്തുകൊണ്ട് ഇരിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം കൂടി അവശേഷിക്കുകയാണ്. അതോ ഈ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇതിന്റെ അടുത്ത ഘട്ടം എങ്ങനെയായിരിക്കും വിനോദ്? അതായത് മൊഴി എടുത്തിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അടുത്ത ഘട്ടം എങ്ങനെയായിരിക്കും? ADGPയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ADGPയെ വീണ്ടും പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയത്. തീർത്തും പരിചിതമല്ലാത്തൊരു സാഹചര്യം തന്നെയാണ്. നമുക്ക് ആർക്കും അത്ര കണ്ട് പരിചിതമല്ലാത്ത, അല്ലെങ്കിൽ ഈ പോലീസ് സേനയെ സംബന്ധിച്ച്
വിചിത്രമായ ഒരു സാഹചര്യത്തിലൂടെയൊക്കെ തന്നെയാണ് പോകുന്നത്. ഒരു ADGPയെ തന്നെ, അതും ക്രമസമാധാന ചുമതലയുള്ള ADGPയാണ് സംസ്ഥാനത്തെ പോലീസ് സേനയിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ പോസ്റ്റിലുള്ള ആളാണ്, അത്രയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. അങ്ങനെ ഒരു ADGPയെ ഈ തരത്തിൽ RSS കൂടിക്കാഴ്ചയുടെ പേരിൽ, കൊലപാതകം നടത്തിയെന്ന ആരോപണത്തിന്റെ പേരിൽ, സ്വർണം തട്ടിയെടുക്കുന്നതിന്റെ പേരിൽ, അനധികൃത സ്വത്ത് സമ്പാദിച്ചതിന്റെ പേരിൽ സംസ്ഥാന പോലീസ് മേധാവി അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യം തീർച്ചയായും ഇത് കേരള പോലീസിൽ ഇതുവരെ ഉണ്ടാകാത്ത ഒരു സാഹചര്യമാണ്. ഒരു ADGPക്കെതിരെ, അതും ലോ ആൻഡ് ഓർഡർ ADGPക്കെതിരെയാണ് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. മാത്രമല്ല പല സാഹചര്യ തെളിവുകളും അത് ADGPക്ക് എതിരെ തന്നെയാണ്. പ്രത്യേകിച്ച് RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച, അതിനു പിന്നാലെ തൃശൂർ പൂരം നടക്കുന്ന ദിവസം ADGP തൃശൂരിലുണ്ട്, ആ സ്ഥലത്തുണ്ട്. എന്നാൽ ബ്ലൂ പ്രിന്റിലടക്കം മാറ്റം വരുത്തിയെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണവും ഈ പൂരം അലങ്കോലപ്പെട്ട ശേഷം ADGP അവിടെ നിന്ന് സ്ഥലം വിടുന്നതും ഇതെല്ലാം തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരെ ചേർന്ന കാര്യമാണോ എന്ന ചോദ്യമാണ് അവശേഷിപ്പിക്കുന്നത്. കാരണം ഒരു തരത്തിൽ ഈ പൂരം അലങ്കോലപ്പെടുന്നു എന്ന് കാണുമ്പോൾ അവിടെ ഏറ്റവും ആദ്യം ഇടപെടേണ്ട ഉദ്യോഗസ്ഥനാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP. അദ്ദേഹം ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ലെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് അവിടെ എത്തിപ്പെടാനുള്ള പ്രയാസം കണക്കാക്കാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, അദ്ദേഹം ആ ജില്ലയിൽ തന്നെ ഉണ്ട്, തൃശൂർ പൂരം നടക്കുമ്പോൾ അവിടെയുണ്ട്. അത് കഴിഞ്ഞാണ് അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ക്ഷേത്ര ദർശനത്തിന് വേണ്ടി പോകുന്നത്. അതായത് അവിടെ ഉണ്ടായിട്ടും അക്കാര്യത്തിൽ ഇടപെട്ടില്ല. ഇത് തന്നെയാണ് DGPയെ സംബന്ധിച്ചും ഒരു അതിർത്തി ഉണ്ടാക്കുന്ന ഘടകം. എന്തുകൊണ്ട് ADGP ഇത്തരത്തിൽ പെരുമാറി? അങ്കിത് അശോക് എന്ന മുൻ കമ്മീഷണറുടെ മാത്രം തലയിൽ ഇതെല്ലാം വെച്ച് കെട്ടി എങ്ങനെ കൈകഴുകാൻ കഴിയും എന്നതാണ് ചോദ്യം. മാത്രമല്ല ADGPയുടെ റിപ്പോർട്ടിലാകട്ടെ അങ്ങനെ ആർക്കെതിരെയും ഒരു നടപടി ശുപാർശ ചെയ്യുന്നില്ല. പരിചയക്കുറവ് കാരണം സംഭവിച്ചു, അങ്കിത് അശോകിന്റെ പരിചയക്കുറവ് കാരണം സംഭവിച്ചു എന്നതാണ്. പക്ഷെ ഈ അന്വേഷണം ഇവിടം കൊണ്ട് അവസാനിക്കുന്ന കരുതുക വയ്യ. DGP ഈ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഇപ്പോൾ കാത്തിരിക്കുന്നത് സർക്കാരിന്റെ മറ്റൊരു അനുമതിക്ക് വേണ്ടിയാണ്. RSS നേതാക്കളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അവർക്ക് നോട്ടീസ് അയക്കുന്നതിന് വേണ്ടിയുള്ള ആലോചന നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ അന്വേഷണത്തോട് RSS സഹകരിക്കുമെന്ന സൂചനകളുമുണ്ട്. ശരി വിനോദ്, എന്തായാലും തുടരുക. മറ്റൊരു വാർത്ത